ജാസ്മിനും ഞാനും തമ്മിലുള്ളത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ആദ്യം തൊട്ടേ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ളവരുടെ അടുത്ത് ഞാൻ അധികം കാണിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. ബേസിക്കായിട്ട് രണ്ട് മനുഷ്യർക്ക് തോന്നുന്ന ഇമോഷൻസ് എന്താണോ അത് തന്നെയാണ് ഞങ്ങൾക്ക്. സൗഹൃദം തന്നെയാണ് അതിൽ ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ. അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. എനിക്കൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ വന്ന് ഞാൻ ഒരു പാനിക് അറ്റാക്ക് സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു. നിങ്ങളത് എത്ര ഒരെണ്ണമല്ലേ കണ്ടിട്ടുള്ളൂ? 13 പ്രാവശ്യം എനിക്ക് പാനിക് അറ്റാക്ക് വന്നായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്കല്ല കളിച്ചതെങ്കിൽ 5 പ്രാവശ്യം ഞാൻ പവർ റൂമിൽ കയറുമ്പോൾ 5 പ്രാവശ്യം ജാസ്മിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? പവർ റൂമിലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. എനിക്ക് നല്ല ഇമേജായിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുനായി ഞാൻ അവിടെ ഇരുന്നേനെ. പക്ഷേ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്കെതിരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. അത് അവളുടെ മണ്ടത്തരെന്ന് ഞാൻ പറയും. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ. അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ്. മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി. 100%. വിമർശകരോട് ഇപ്പം എന്താ പറയുന്നത്? വിമർശകരോട് സ്നേഹം മാത്രം. ഒരുപാട് വിമർശിച്ചതും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ചർച്ചയായതും ഗബ്രി ജാസ്മിൻ വിഷയമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് പോയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഞാൻ നിലകൊണ്ടിട്ട് ഉള്ളത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് എത്രത്തോളം ഞാൻ സത്യമായിട്ട് പറയാം. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് എനിക്ക് പ്രോപ്പറായിട്ട് പുറത്തെ അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. വോട്ടിങ്ങിൽ ഞാൻ ഔട്ടായിന്ന് മാത്രമുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാണ് എനിക്ക് എൻ്റെ ഫോൺ കിട്ടിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഓൾറെഡി ഭയങ്കര ടയർഡായിരുന്നു. ക്യാരവാനിൽ കുറേ നേരം ഇരുന്നു. അപ്പോൾ നമ്മൾ വയ്യാതാവും പ്രഷറും എല്ലാം വരുന്ന സമയത്ത്. ജാസ്മിനും ഞാനും തമ്മിലുള്ളത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ആദ്യം തൊട്ടേ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ളവരുടെ അടുത്ത് ഞാൻ അധികം കാണിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. ബേസിക്കായിട്ട് രണ്ട് മനുഷ്യർക്ക് തോന്നുന്ന ഇമോഷൻസ് എന്താണോ അത് തന്നെയാണ് ഞങ്ങൾക്ക്. സൗഹൃദം തന്നെയാണ് അതിൽ ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു ഇമോഷൻ. ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് എന്ത് പേരിടണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആ ഒരു പേരിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തണ സമയത്ത് നിങ്ങളെ തന്നെ ഞാൻ ആദ്യം വിളിച്ച് പറയാം എന്താണ് അതിന് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ. ക്ലാരിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരിലേക്ക് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് എൻ്റെ സൈക്കോളജിസ്റ്റാണ്. ഞാൻ ബിഗ് ബോസിൻ്റെ സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ച സമയത്ത് ആ ഡോക്ടർ എന്നോടാണ് പറഞ്ഞത്. എനിക്കൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ വന്ന് ഞാൻ ഒരു പാനിക് അറ്റാക്ക് സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു. നിങ്ങളത് എത്ര ഒരെണ്ണമല്ലേ കണ്ടിട്ടുള്ളൂ? 13 പ്രാവശ്യം എനിക്ക് പാനിക് അറ്റാക്ക് വന്നായിരുന്നു. പലപ്പോഴായിട്ട് സെയിം ഡേ 5 പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നിട്ട് അതിൻ്റെ രാത്രി 11 മണിക്ക് എന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ട് എനിക്കൊരു ഡ്രഗ്, അതിൻ്റെ മരുന്ന് SOS മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് മെഡിസിനൊക്കെ തന്നായിരുന്നു. അത്രയും ബാഡ് സിറ്റുവേഷനിലായിരുന്നു മെൻ്റലി ഞാൻ അതിൻ്റെ അകത്ത് ഒരു സാഹചര്യത്തിൽ. അപ്പം അന്ന് സൈക്കോളജിസ്റ്റിനെ കിട്ടിയ സമയത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ജാസ്മിന് പുറത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ജാസ്മിന്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ആക്ച്വലി ഹൗസിൻ്റെ ഉള്ളിലും ചെറിയ ചർച്ചകൾ നടന്നിരുന്നു. സീക്രട്ട് ഏജൻറ്റ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം അത് പക്ഷേ സീക്രട്ട് ഏജൻറ്റ് വന്നപ്പോൾ പറഞ്ഞത് എത്രത്തോളം ഞാനല്ല അത് കേട്ടത്, ജാസ്മിനാണ് കേട്ടത്. ഞാൻ അവിടെ ഇരുന്നിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അനാവശ്യ കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് എടുത്ത് വെച്ചാൽ എനിക്ക് അവിടെ കൂടുതൽ പ്രഷർ വരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത് സായി തന്നെ ലാലൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു. അവൻ പറഞ്ഞത് മൊത്തം ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവളെ തളർത്താൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കമൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഗബ്രിയുടെയും ജാസ്മിൻ്റെ ഒരു വൈബ് അതെങ്ങനെയാണ് സെറ്റായി? നിങ്ങൾ എല്ലാവർക്കും ചായ എടുത്തോളം അവിടെ നിൽക്കുമ്പോൾ ആവശ്യമായിട്ട് തോന്നുന്നു. നിങ്ങൾ തമ്മിലുള്ള വൈബ് എങ്ങനെയാണ് സെറ്റായി? വൈബ് സെറ്റായത് ആദ്യത്തെ അത് എല്ലാം ആക്സിഡൻ്റലാണ്. അത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആക്സിഡൻ്റലായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങണ്ടാന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയിരുന്ന് പ്ലാൻ ചെയ്യുമെന്നാണ് ബിഗ് ബോസ് വന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ, രതീഷേട്ടൻ, ജാസ്മിൻ, നോറ, പിന്നെ 2-3 പേര് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പോയി കിടന്ന് ഞങ്ങൾ 4 പേര് മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറേ നേരം സംസാരിച്ചായിരുന്നു, പാട്ടൊക്കെ പാടി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ബോണ്ടിങ് വരും. കാരണം പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇവരുടെ മുഖം മാത്രമേ കാണുള്ളൂ, പുറത്തുനിന്ന് വേറൊരാളുടെയും കാണില്ല. പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്വപ്നം കാണുന്നത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല, അതിൻ്റെ അകത്തുള്ളവരുടെ മുഖം. കാരണം നമ്മളൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കിടക്കുന്നത് വരെ കാണുന്നത് ഈ സെയിം മുഖങ്ങളാണ്. ഒരു 20 ദിവസം കഴിഞ്ഞാൽ 21 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു. പിന്നെ നമ്മുടെ ലോകാത. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവരെ തന്നെയാവും. അങ്ങനെ ബോണ്ടിങ് വന്നു. ഞങ്ങൾ 2 ആഴ്ചയിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു. അതായത് കോർണേഡായിട്ട് ഫീൽ ചെയ്ത് ബാക്കി 10-15 പേരും നമുക്കെതിരെ നിന്ന് നമ്മൾ 2 പേരും മാത്രം. അന്ന് വേറൊരു എലമെൻ്റ് അതിലില്ല. പക്ഷെ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോർണേഡായ സ്ഥലത്താണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് കണക്ട് ആയത്. അവിടെയാണ് ഇത് വർക്കായത്. ഞാൻ പറയുകയാണെങ്കിൽ, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ, ഇത് ബലമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിതത്തിൽ തളർന്ന് നിൽക്കുന്ന ഒരു പോയിന്റിൽ, നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലമാണ്, ശരീരത്തിനുള്ള ബലമല്ല. പക്ഷേ ഗബ്രി ഇപ്പോൾ ജാസ്മിൻ ആ ബലം നഷ്ടപ്പെട്ടു. ഇനി അങ്ങോട്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ടോ? ജാസ്മിൻ ഇസ് എ ബ്രില്യൻ പ്ലെയർ. അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ്.
എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, ആരോട് എന്ത് പറഞ്ഞ് നിൽക്കാൻ അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ. ജിൻഡോ ചേട്ടൻ്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ പറഞ്ഞ് ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ വാക്കിൽ കഴിവുള്ള ആൾ തന്നെയാണ്. ജാസ്മിൻ പുറത്തിറങ്ങിയാലും സെയിം ഇമോഷൻ കീപ്പ് ചെയ്യും. സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. ഗബ്രിക്ക് എന്താണോ ഉള്ള ഇമോഷൻ അത് കീപ്പ് ചെയ്യും എന്നാണ്. ഇല്ല, അതിൻ്റെ ഉള്ള ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. അവൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. അത് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരു ലവ് എലമെൻറ്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റ് വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളോ ഒന്നുമല്ല ഇതോടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ്. അതിന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് വേറൊരു കാര്യം പറയട്ടെ, ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം. പക്ഷേ അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്കേ അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സർവൈവ് ചെയ്തു, അത്രയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അതായത് 55 നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ. അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ്. മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞ് ഉടച്ചെടുക്കും. അത് എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു 10 കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ജാസ്മിൻ എപ്പോഴും കേൾക്കുന്നൊരു വിമർശനമാണ് വൃത്തിയുടെ പേരിൽ. അപ്പോൾ ജാസ്മിൻ ഒരു ബ്യൂട്ടി ബ്ലോഗർ കൂടിയാണല്ലോ. വൃത്തിയുടെ പേരിൽ അവൾക്ക് അത്യാവശ്യത്തിൽ അധികം വൃത്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവൾ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എൻ്റെ അടുത്താണ്, ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എൻ്റെ കൂടെയാണ്, ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ആവശ്യത്തിലധികം വൃത്തി ജാസ്മിനുണ്ട്. ഒന്നരാടം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമാണ്. അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കിയത്. ആ തുമ്മിയതാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും. നമ്മളിപ്പോൾ ഒരു മീഡിയോക്കർ, അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊന്തിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്ക് ബാക്കിയുള്ളവർ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്കെതിരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. അത് അവളുടെ മണ്ടത്തരം എന്ന് ഞാൻ പറയും. കാരണം അവൾക്ക് അവിടെ എല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ്. ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് അത്രയും ചീത്ത പറഞ്ഞിട്ടും അത്രയും വൃത്തിയോട് പറഞ്ഞിട്ടും ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും അല്ലെങ്കിൽ വാരി കൊടുക്കും. അപ്പം ഞാൻ ചോദിക്കും ഇത് എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും. കാരണം എന്നെ കൊണ്ട് പറ്റില്ല. മിണ്ടും അത് മനസ്സിൽ അല്ല, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. എൻ്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ നോർമലായിട്ട് പെരുമാറുള്ളൂ. ഇപ്പം അൻസബയായിട്ട് ഞാൻ ലാസ്റ്റ് ദിവസം ഇല്ല, ജാസ്മിൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൾ വെച്ചോണ്ടിരിക്കില്ല. ഒരു 2 മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരായിട്ട് ഓക്കെ ആവും. ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ കാലിനകം കഴിച്ചിട്ട്. ഞാൻ കണ്ടിട്ടില്ല. അത് ഭയങ്കരമായിട്ട് ഒരു കേസിലൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. പ്രേക്ഷകർ ഗബ്രിയുടെ ഒരു എവിക്ഷൻ വന്ന സമയത്ത് പറയുന്നൊരു പ്രധാന കാരണം ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഗബ്രി. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. എന്താണ് അതിനെക്കുറിച്ച്? ഞാൻ ഒറ്റയ്ക്കല്ല കളിച്ചതെങ്കിൽ 5 പ്രാവശ്യം ഞാൻ പവർ റൂമിൽ കയറുമ്പോൾ 5 പ്രാവശ്യം ജാസ്മിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? 5 പ്രാവശ്യം ഞാൻ മാത്രമാണ് കയറിയത്. ജാസ്മിൻ ഒരു തവണയെ പവർ റൂമിൽ കയറിയിട്ടുള്ളൂ. ഇല്ല, ജാസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ റസ്മിൻ ഒരിക്കലും പ്രശ്നമായിരുന്നില്ല. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം ചില ദിവസങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റസ്മിൻ എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇല്ല, ഫ്രണ്ട്ഷിപ്പിനെ അത് ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ വരുന്ന ഇമോഷൻസിനെ ഒളിച്ച് വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മനസ്സിലെന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക. അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളതും. ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്കിൽ റസ്മിൻ പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി. ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ അവർ ജിൻഡോ ചേട്ടൻ എന്ത് പറഞ്ഞാലും ബാക്കി അവിടെ ഉള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ എഫക്റ്റ് ചെയ്യാറില്ലായിരുന്നു. അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല. ഞാൻ ചെയ്യില്ല. ഒരാളെ എനിക്ക് ഇപ്പം ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കാരണം വേണം. അപ്പോൾ മാത്രമാണ് ഞാൻ ജിൻഡോ ചേട്ടൻ അന്ന്
ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അത്രയും പ്രൊവക്കേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. അതാണ് ഗെയിം. അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത്. ഇപ്പോൾ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഗബ്രി പുറത്തായ ജാസ്മിൻ ഗെയിം കളിക്കും, പക്ഷേ ജാസ്മിൻ പുറത്തായ ഗബ്രി ഗെയിം കളിക്കാൻ സാധ്യതയില്ല. അത് ഞാനല്ല പറഞ്ഞത്, അത് ബാക്കിയുള്ളവരാ പറഞ്ഞത്. ജാസ്മിനുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടുകാരങ്ങനെ പലരെയും നോക്കി ഒരു പ്രണയം എന്നുള്ളൊരു സാധനം ഉണ്ടാകുമായിരുന്നു. അത് അവിടെ ചോദിക്കാം. ഗബ്രി റീ എൻട്രി ഇൻ കേസ് കിട്ടിയാൽ പോകാൻ താല്പര്യമുണ്ടോ? ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം, അതിൻ്റെ അകത്ത് നിൽക്കണം, തല്ല് പിടിക്കണം, ഒച്ചപ്പാടുണ്ടാക്കണം, ഫുഡ് കഴിക്കണം, എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യണം, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കണം. ഇത്രയേ ഉള്ളൂ എനിക്ക്. അല്ലാതെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പെടുക്കലോ ആ പൈസയോ ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എൻ്റെ മുഖം എത്തിക്കണം. അത് എത്തിയോ? എത്തിയിട്ടുണ്ട്, പക്ഷെ ഒരു വില്ലൻ പരിവേഷമാണ്. അത് മാറും. അതിൽ ടെൻഷൻ ഉണ്ടോ? കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്നതാണ്. അതുപോലെ ജാസ്മിനും നിങ്ങൾ അത് പക്ഷേ നിങ്ങളുടെ വിഷ്വലുകൾ കൂടുതലൊന്നും നിങ്ങൾ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൈ പിടിച്ചിരിക്കുന്നതും കൂടുതൽ സംസാരിക്കുന്ന പ്രണയരംഗങ്ങൾ പോലത്തുള്ള രംഗങ്ങളാണ്. അപ്പോൾ അല്ലാതൊരു ഗെയിം നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. തെറ്റുണ്ടോ? എങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത് തെറ്റാണ്? കൈ പിടിച്ചിരിക്കാൻ തരുന്നില്ല, ആ വിഷ്വൽസ് മാത്രമാണ് വന്നത്. പക്ഷെ നിങ്ങൾ നിലപാടുകൾ പറയുന്ന ഒരാളാണ്. അതെനിക്കറിയാവുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ? അല്ലല്ലോ. നിങ്ങൾ പറയാം, സീരിയസ്ലി ചോദിക്കാം. ജനങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അത് തെറ്റാകുന്നത്? ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ. അത്രയും നേരം അത് വൾഗർ അല്ല. സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല? ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേള്, ബോയുടെ അല്ല ഞാൻ ചോദിക്കണം, ഗേളിനെ കിസ് ചെയ്യില്ലേ? അവളത്ത് റൂം കൊടുക്കില്ലേ? അതിൽ ആ ജെൻഡർ ഇല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞില്ലേ? എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചെറിയൊരു വിമർശനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഷോ തുടങ്ങിയപ്പോഴേ അതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഏത് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും. പക്ഷേ ഇതൊരു അങ്ങനെയൊന്നുമില്ല. ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ആവാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മൾ ഇന്റർനാഷണലി ഒരുപാട്, ഞാൻ യാത്രകളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ അതെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ച്. പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകൾ ഉണ്ടെന്നുള്ളത്. ജാസ്മിൻ്റെയും എൻ്റെയും ചിന്താഗതി വളരെ സിമിലറാണ്. ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണത് വിഷ്വലിൽ വരില്ല, പക്ഷേ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം പ്ലാൻ ചെയ്യുന്ന രീതിയും മൈൻഡിൽ സിമിലറാണ്. പ്ലാൻഡ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് പക്ഷെ ആരൊക്കെ വരുന്നു എന്ന് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും. മീറ്റ് ചെയ്തു എന്നല്ല, ഓഡിഷൻ ടൈമിൽ ഞാൻ ഓഡിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവിടുത്തെ ലിവിങ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ അവിടെ അത്രയും ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൻ്റെ അകത്ത് ഞാൻ അവളുടെ അടുത്ത് പോയി എങ്ങനെ പ്ലാൻ ചെയ്യാനാണ്? ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ജാസ്മിനെ തന്നെയാണ്. നേരത്തെ നമ്മുടെ ഇമോഷണലി ഇപ്പോൾ അവസാനം നമ്മൾ ഇതൊക്കെ കണ്ടത്, പ്രൊമോ ഒക്കെ കണ്ടതിൽ ജാസ്മിൻ ഇത്ര ഇമോഷണലി ഡൗൺ ആവാനുള്ള കാരണം ഗബ്രി തന്നെയാണ്. കാരണം പലപ്പോഴെങ്കിലും ഇഷ്ടമാണ് എന്ന രീതിയിലുള്ള എല്ലാ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്താ പറയുക കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാലൻസ്. അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല, നമുക്ക് മടുക്കും. എപ്പോഴും സങ്കടം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും. സങ്കടവും സന്തോഷവും കറക്റ്റായിട്ട് ആ ബാലൻസിൽ പോകുന്നതിലാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. വിഷമങ്ങളും ഉണ്ടാവണം, സന്തോഷങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ? വിഷമങ്ങളുള്ള അത്രയും തന്നെ, അല്ലെങ്കിൽ അതിലേറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷം, നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും, ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് ഒരു ഉരുള, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് എനിക്ക് ഒരു ഉരുള തരുമായിരുന്നു. അതൊക്കെ പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവണം. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. അതിൽ നിന്ന് പുറത്തിറങ്ങി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞു പുറമേ നിന്ന് ആളുകൾ അറിയില്ല എന്ന് പറഞ്ഞു, പക്ഷേ കോമണേഴ്സിനെ നിങ്ങൾക്ക് 2 ആഴ്ച മുന്നേ ഓൾറെഡി അറിയാമായിരുന്നു. കോമണേഴ്സിനെ അറിയാമായിരുന്നു. അപ്പോൾ റസ്മിനായിട്ടുള്ളൊരു കോൺടാക്ട് കീപ്പ് ചെയ്തത് എങ്ങനെ? അത് എനിക്ക് റസ്മിനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്ത് പോലും ഞാൻ ആദ്യത്തെ 2 ആഴ്ച റസ്മിൻ്റെ അടുത്ത് സംസാരിച്ചത് 5 പേരുടെ പേരുകളാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ നോറ അറിയാണ്ട് വിളിച്ചു പറഞ്ഞത്. നോറല്ല, അത് ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത്. നോറയല്ല പറഞ്ഞത്, ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത്. ജിൻഡോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെണ്ണാണോ? അല്ല, ഇവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെയല്ല, അത് ഗെയിമാണ്. അത് അവരുടെ ഗെയിമാണ്. ഓരോരുത്തരും അതിൻ്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഗെയിമും ആവാം റിയാലിറ്റിയും ആവാം പലതും ആവാം. നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റുമ്പോഴാണ് അവരുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്കാവുന്നത്. ഇപ്പോൾ ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരു സാധനം പ്ലേസ് ചെയ്ത് അത് കത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ്. എൻ്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലയെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ തെളിയിച്ച് കാണിച്ചു തരാനായിട്ട് എനിക്ക് ഇത് തുറക്കാൻ പറ്റില്ല. സപ്പോർട്ട് ഉണ്ടാവും.
സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കളിച്ചോളും. ജാസ്മിൻ ഈസ് എ വെരി ഗുഡ് പ്ലെയർ. അത് നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. സീക്രട്ട് ഏജന്റിനെ പറ്റി എന്താ പറയാനുള്ളത്? സായി ഇസ് എ വെരി ഗുഡ് പ്ലെയർ. സായി ഭയങ്കര നല്ല പ്ലെയറാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, സായി ഇപ്പോൾ ഒന്ന് പതുങ്ങിയിരിക്കണം. അത് ചിലപ്പോൾ ആ ഫിസിക്കൽ ഇഞ്ചുറിയുടെ പേരിലായിരിക്കാം. പക്ഷേ പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. നോറ വിന്നറാവുമെന്ന് തോന്നുന്നുണ്ടോ? നോറ ചിലപ്പോൾ വിന്നറാവട്ടെ. ആരാന്ന് വെച്ചാൽ പവർ റൂമില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. എനിക്ക് നല്ല ഇമേജായിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുനായി ഞാൻ അവിടെ ഇരുന്നേനെ. പക്ഷേ പവർ റൂമിൽ ആദ്യത്തെ ആഴ്ച അബദ്ധവശാൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആ വീട്ടിൽ ചെയ്ത ഏറ്റവും വലിയ പണി. പവർ റൂം ഒരു ട്രാപ്പല്ല. പവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലുപരി പവർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. താഴെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെ എങ്ങനെ കൺസീവ് ചെയ്യുന്നുള്ളതിലാണ് പവറിൻ്റെ വില ഇരിക്കുന്നത്. ഇപ്പോൾ പവറിനെ ഞാൻ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും താഴേക്കൊന്നും നീ പോടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. പിന്നെ അതിൽ പവറില്ല. അവരുപയോഗിക്കുന്ന രീതി പ്രോപ്പറായിട്ട് താഴെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് പവർ ആവുള്ളൂ. അപ്സര, ഞാൻ, അർജുൻ, റസ്മിനായിട്ട് പവർ റൂമിലിരുന്ന ഒരാഴ്ചയുണ്ട്. ആ ആഴ്ച എനിക്ക് തോന്നുന്നു അവിടെ പവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഴ്ചകൾ ഒന്നാതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് അസംബ്ലി നടത്തി ഞങ്ങൾ രാവിലെ, പാത്രങ്ങൾ, ഞങ്ങൾക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് ടേബിളിൽ വരായിരുന്നു. ഇതെല്ലാം പവർ റൂളിൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു നിയമപുസ്തകം അവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച എനിക്ക് തോന്നുന്നു ആ ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. സിബിൻ അത്യാവശ്യം നന്നായിട്ട് പവർ റൂമിൻ്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പവർ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല. സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്കെതിരായിരുന്നു. അതൊരു അനാവശ്യ ഉപയോഗമായിരുന്നു. പക്ഷെ അതും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി. കാരണം ജിൻഡോ ചേട്ടൻ അവിടെ വന്ന് പറഞ്ഞൊരു ഡയലോഗിൽ ആ കാര്യം പൊളിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണല്ലോ ഗെയിം. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. വിമർശകരോട് ഇപ്പോൾ എന്താ പറയാനുള്ളത്? വിമർശകരോട് സ്നേഹം മാത്രം. ജാസ്മിൻ അല്ലെങ്കിൽ അടുത്തൊരു വിന്നർ ആരായിരിക്കും പറയുക? ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ വിന്നറാവാൻ സാധ്യതകളുണ്ട്. കാരണം പുള്ളി ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാൻ അല്ലെങ്കിൽ ആരെന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ എന്നാ പറയുള്ളൂ കപ്പെടുക്കാനായിട്ട്. ജിൻഡോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ ചേട്ടൻ. അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ജാൻമണി മാത്രമായിരുന്നു. ജാൻമണി പോയി പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് എപ്പോഴും ജാസ്മിൻ ഉണ്ടായിരുന്നു. സിമ്പതിയുടെ ആവശ്യമില്ല. നമുക്ക് സ്നേഹം മതി. നമ്മളൊക്കെ ഒരു കുടുംബമല്ല. ആ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു വീട്ടിൽ കൊണ്ടുറന്ന് കിടന്ന സമയത്ത് എത്ര തല്ല് പിടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അതൊക്കെ തോന്നല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനം അനുസരിച്ചിട്ട്. ഇപ്പം ഞാനും അൻസിബയും ജീവിതത്തിൽ മരണം വരെ നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അൻസിബ എൻ്റെ അടുത്ത്. അത് എനിക്ക് പല അവസരത്തിലും എനിക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത്, പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ ലാസ്റ്റ് ദിവസം എവിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാനുള്ളത്. ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരെയും വലിച്ചു കയറി ഒട്ടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, സത്യം പറഞ്ഞാൽ. കാരണം എന്നെ അവിടെ നിന്നിട്ട് ജിൻഡോ ചേട്ടനാണെങ്കിലും അൻസിബയാണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്തത്. അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തു പോകുന്നുള്ളത് ദൈവത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു തീർത്തിട്ട് ചോദ്യം ചെയ്യും. അവിടെ ചെന്ന് നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് അൻസിബ ഐ എം സോറി. ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു അപ്പോളജിയാണ്. അന്ന് അത് റിയലായിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് ഐ എം സോറി. ഞാൻ നോമിനേഷനിൽ, അതായത് എവിക്ഷനിൽ ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ അൻസിബയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, അൻസിബ ഈ വീട് വിട്ട് പുറത്ത് ആര് പോയി കഴിഞ്ഞാലും അത് വെച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ അൻസിബ പറഞ്ഞു ഞാനത് അവിടെ വിട്ടടാന്ന് പറഞ്ഞു. എന്നിട്ട് അൻസിബ ആൻഡ് ഋഷി സേവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കേട്ടോണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നെ അൻസിബ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ താങ്ക് യു, ഐ ലവ് യു ടു. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അൻസിബയുടെയും കണ്ണ് നിറഞ്ഞു ഞാൻ പോയ സമയത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് കടന്നാൽ കഴിഞ്ഞു. അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയ നിമിഷത്തിൽ, അതിൻ്റെ പടി ഞാൻ കടന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും ഗെയിമും വെറുപ്പും എല്ലാം ആ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലേക്ക് വന്ന് ലാലേട്ടൻ്റെ അടുത്ത് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നത്. അത്രേ ഉള്ളൂ. അർജുൻ ശ്രീതു പ്രണയമല്ല. എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ്.
ഇത് തന്നെയാണ് ഗബ്രി ജാസ്മിനും നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു തന്നത്. അത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അല്ലല്ല പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചിട്ട് രണ്ടുപേർക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അവർക്കും കൂടി തോന്നണ്ടേ. ഗബ്രി ഗബ്രി നല്ലൊരു ഗെയിമറായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഇതിലാണെങ്കിൽ ഈവൻ ഏറ്റവും ശത്രുപക്ഷത്ത് നിന്ന് ജിൻഡോയുടെ കൂടെയാണ് ആ 2 പീസ് കാസ്റ്റ് ജയിച്ചത്. അപ്പം ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഒരു അനീതി ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല, മാത്രമല്ല ഞാൻ കയറിയ ദിവസം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അവിടെ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ക്യാരമലിരുന്ന് അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് കപ്പ് എടുക്കാൻ വേണ്ടിയല്ല ഞാൻ മത്സരിക്കുന്നത്, എനിക്ക് ആ 50 ലക്ഷത്തിന് വേണ്ടിയോ കപ്പിന് വേണ്ടിയോ അല്ല, എനിക്ക് 100 ദിവസം ആ വീട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് മത്സരിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നടന്നോളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരിക്കലും ലക്ഷ്യം വെച്ച് ഇപ്പോൾ കപ്പിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ ഞാൻ മത്സരിച്ചാൽ ഇങ്ങനെയല്ല ഞാൻ മത്സരിക്കുക. എനിക്ക് ഭയങ്കര മെൻ്റൽ പ്രഷർ വരും, എനിക്ക് പെർഫോമൻസ് പ്രഷർ വരും. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അയ്യോ ഇന്ന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നൊരു സാധനം വരും. ഈ വീട്ടിൽ ഞാൻ ഇന്ന് 55 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും എനിക്ക് ഞാനിന്നൊന്നും ചെയ്തില്ലല്ലോ, ഇന്ന് എന്തെങ്കിലും ചെയ്യണമല്ലോ, നാളെ ആരെ ടാർഗറ്റ് ചെയ്യുമെന്നോ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഗെയിം എന്നുള്ള പെർസ്പെക്റ്റീവ് ഞാൻ ചിന്തിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്തിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. മെഡിസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ സിനിമ പുറത്തിറങ്ങുമ്പോൾ മെൻ്റലി ഓക്കെ ആയ ആൾക്ക് മെൻ്റലി ഓക്കെ അല്ലാത്ത ആളുടെ മെഡിസിൻ കൊടുക്കുന്നൊരു വിവാദം നടക്കുന്നത്. സിബിന് മെഡിസിൻ കൊടുത്താലും എനിക്കറിയില്ല, എനിക്ക് മാത്രം പറഞ്ഞു. മെഡിസിൻ തന്നല്ലോ, അതിൽ മെൻ്റലി ഓക്കെ അല്ലാത്ത ആൾക്ക് കൊടുക്കുന്ന ഏതെങ്കിലും അത് മെൻ്റലി ഓക്കെ അല്ലാത്ത ആളുടെ മെഡിസിനേ അല്ല. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ട്രബിളും നമ്മുടെ ഹാർട്ട് ബീറ്റ് റൈസ് ആവും. അത് ബേസിക്കലി സെഡേഷനാണ്, നമ്മളുടെ മനസ്സിനെ ഒന്ന് കൂളാക്കി കിടത്തി ഉറക്കാനുള്ള മരുന്ന് മാത്രമാണ്. അല്ലാതെ അതിൽ മറ്റേ നമ്മുടെ ബ്രെയിനും മെൻ്റലും ഒന്നായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. സിബിൻ്റെ കാര്യത്തിലാണെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ സിബിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. വന്ന സമയത്തുള്ളൊരു കോൺവെർസേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സിബിൻ്റെ അടുത്ത് ഞാൻ ആകെ ചോദിച്ചത് എന്താ പറ്റിയത് ബ്രോ, ഇങ്ങനെ ഇരിക്കല്ലേ, ചില്ലാവ. അത് ആ ഒരു എപ്പിസോഡിൽ അത് പറയും. കാരണം ആദ്യത്തെ ആഴ്ച ആദ്യത്തെ എപ്പിസോഡിൽ തൊട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അന്ന് ഞാൻ ആ കോർണറിൽ നമ്മുടെ സ്കീ കോർണറിൻ്റെ ഓപ്പോസിറ്റ് പോയി ഇരുന്ന് കരച്ചിലിൻ്റെ വക്കത്തെത്തിയത്. കാരണം ലാലേട്ടനെ പോലെ ഒരാൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിഷമം വരും. അതെ.